ബ്ലാക്ക് റോക്ക് എങ്ങനെയാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്? ഒരൊറ്റ കമ്പനി നമ്മുടെ ചിന്തയെ പോലും, നമ്മൾ കാണേണ്ടതിനെയും കേൾക്കേണ്ടതിനെയും പോലും നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ സത്യമുണ്ടോ? നമുക്കറിയാവുന്ന വലിയ കമ്പനികൾ ആമസോൺ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഫേസ്ബുക്ക് ഇതൊക്കെയല്ലേ? അല്ലെങ്കിൽ അവരെയും നിയന്ത്രിക്കുന്നത് ബ്ലാക്ക് റോക്ക് തന്നെയാണോ? വാസ്തവത്തിൽ ബ്ലാക്ക് റോക്ക് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. 2022 ജനുവരി മാസത്തിലെ കണക്ക് പ്രകാരം 10 ട്രില്യൺ അസറ്റാണ് അവർ മാനേജ് ചെയ്യുന്നത്. മനസ്സിലാവുന്നതുപോലെ പറഞ്ഞാൽ മുകേഷ് അംബാനിയുടെ സമ്പത്തില്ലേ, അതിൻ്റെ 100 ഇരട്ടി. എലോൺ മസ്കും ജെഫ് ബെസോസും ബിൽ ഗേറ്റ്സും അടങ്ങുന്ന ഏറ്റവും വലിയ 100 കോടീശ്വരന്മാരുടെ ആകെ സമ്പത്തിൻ്റെ 2 ഇരട്ടിയോളം. ഇനിയും മനസ്സിലാവണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യത്തിലെ ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങൾ ഒരു വർഷം പണിയെടുത്ത് ഇന്ത്യൻ GDPക്ക് സംഭാവന ചെയ്യുന്ന തുകയുടെ ഏതാണ്ട് 3 ഇരട്ടി. ശരിക്കും ഇത്രത്തോളം പണം കൈകാര്യം ചെയ്യുന്ന ബ്ലാക്ക് റോക്ക് ആരാണ്? എങ്ങനെയാണ് ഇവർ ലോകത്തെ നിയന്ത്രിക്കുന്നത്? ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, പറ്റുന്നവരെല്ലാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലാരി ഫിങ്ക് എന്ന ബ്ലാക്ക് റോക്കിന്റെ കോ ഫൗണ്ടർ റിയൽ എസ്റ്റേറ്റിൽ ഒരു MBA എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ബോസ്റ്റൺ എന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഒരു ജോലിയാണ്. ആളുകളുടെ പണം എങ്ങനെ നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുന്ന ആളുകളുമാണ്. എന്നാൽ ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് ബോസ്റ്റൺ എന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കമ്പനിക്ക് ഒരു പിഴവ് സംഭവിക്കുകയാണ്. അവർക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ 90 മില്യണോളം നഷ്ടമാവുന്ന ഒരവസ്ഥ വന്നു. അതായത് വേണ്ട വിധത്തിൽ റിസ്ക് അലോക്കേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്താത്തത് കൊണ്ട് വലിയ നഷ്ടം ആ കമ്പനിക്കും അതുമൂലം ഇൻവെസ്റ്റേഴ്സിനും സംഭവിച്ചു. അതിൽ നിന്ന് ലാരി ഫിങ്ക് റിസ്കിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയാണ്. അതായത് ഇൻവെസ്റ്റ്മെന്റിൽ റിസ്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, റിസ്ക് എങ്ങനെയെല്ലാം എടുക്കണം, എങ്ങനെയെല്ലാം എടുക്കാൻ പാടില്ല, റിസ്ക് കുറച്ചുകൊണ്ട് എങ്ങനെ ലാഭം കൂട്ടാൻ പറ്റും, ഈ കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയാണ്. 1988 ആവുന്ന സമയത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അതിസമർത്ഥരായ 7 പേരും ചേർന്ന് ബ്ലാക്ക് സ്റ്റോൺ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി സ്ഥാപിക്കുകയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന വലിയൊരു കമ്പനിയിൽ നിന്ന് 5 മില്യണോളം ഫണ്ടിങ് സ്വീകരിച്ച് ആ കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെയാണ് പുതിയൊരു കമ്പനി സ്ഥാപിക്കുന്നത്. അസറ്റ് മാനേജ്മെന്റ് ആണല്ലോ ഈ കമ്പനി ചെയ്യുന്നത്. വാസ്തവത്തിൽ എന്താണ് ഈ അസറ്റ് മാനേജ്മെന്റ്? പണം മാനേജ് ചെയ്യാൻ ഇത്രത്തോളം പണിയുണ്ടോ? എന്നാൽ നമുക്ക് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും നിങ്ങളും അടങ്ങുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയെ കുറച്ച് പണം ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് പണം ഈ കമ്പനി കളക്ട് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് പൂൾ ചെയ്യാന്ന് പറയുക. ഈ പൂളിൽ നിന്ന് ഇപ്പോൾ അവർക്ക് തോന്നുകയാണ് കുറച്ച് ഷെയറുകൾ മേടിക്കണം. ആ ഷെയർ മേടിക്കാം, അല്ലെങ്കിൽ ബോണ്ടുകൾ മേടിക്കണം, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മേടിക്കണം, ചിലപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടും ആയിരിക്കാം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് റിസ്ക് ഫാക്ടർ പരിഗണിച്ച് ഇൻവെസ്റ്റേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിന് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് എന്താണ് നേട്ടം? വാസ്തവത്തിൽ അവർ നിക്ഷേപിക്കുന്നത് അവരുടെ പണമല്ല, ഇൻവെസ്റ്റേഴ്സിന്റെ പണമാണ്. ഇത്തരത്തിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പണം മാനേജ് ചെയ്യണമെങ്കിൽ അവർക്ക് ചിലവുകളുണ്ട്. അവർക്ക് ഓഫീസിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കേണ്ടി വരും, ആളുകൾക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലെല്ലാം കണക്കാക്കുകയാണെങ്കിൽ ഈ കമ്മീഷനെ എക്സ്പെൻസ് റേഷ്യോ എന്നാണ് പറയുക. കമ്മീഷൻ എന്നവർ പറയില്ല, എക്സ്പെൻസ് റേഷ്യോ എന്നാണ് പറയുക. എന്നാൽ നമ്മൾ നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ചിലവ് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, നമ്മൾ റിസ്ക് നോക്കേണ്ടതുണ്ട്, എപ്പോഴെല്ലാം വാങ്ങണം, എപ്പോഴെല്ലാം വിൽക്കണം എന്ന കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മൾ പണം മാത്രം കൊടുത്താൽ മതി, അത് എവിടെയെല്ലാം നിക്ഷേപിക്കണമെന്ന് ഈ കമ്പനി തീരുമാനിക്കും. ലാഭം കിട്ടുമ്പോൾ നമുക്ക് തരും. അതിൻ്റെ വളരെ ചെറിയൊരു പങ്ക് ചാർജസ് ആയിട്ട് ഇവർ കൈപ്പറ്റും. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, അസറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണം കൊടുക്കുന്നു, അതവർ ഡൈവേഴ്സിഫൈ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടുന്നു. അങ്ങനെ മാത്രമാവണമെന്നില്ല. കൃത്യമായിട്ട് ഫണ്ടുകൾക്ക് പേരുണ്ടാവും. സ്മോൾ ക്യാപ് ഫണ്ട്, ലാർജ് ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് ഫണ്ട്, ഇക്വിറ്റി ഫണ്ട്, അല്ലെങ്കിൽ തീം ബേസ്ഡ് ഫണ്ടുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ, ഇങ്ങനെയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ബ്ലാക്ക് റോക്ക് ചെയ്യുന്ന ജോലി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ കമ്പനി വളർന്നു വന്നത് എങ്ങനെയാണ് എന്നും എങ്ങനെയാണ് ലോകത്തെ ഭരിക്കുന്നത് എന്നും മനസ്സിലാക്കാം. 1988 തുടങ്ങിയ ഈ കമ്പനിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കാരണം ദീർഘകാലമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ആണ് ഈ കമ്പനി തുടങ്ങിയിട്ടുള്ളത്. കൃത്യമായിട്ട് റിസ്ക് മാനേജ് ചെയ്യാനും അവർക്കറിയാമായിരുന്നു. റിസ്ക് കുറച്ച് ലാഭം കൂട്ടുന്ന നിലയ്ക്കാണ് അവർ നിക്ഷേപം നടത്തിയത്. അതുകൊണ്ട് നിക്ഷേപം നടത്തുന്നവർക്ക് നല്ല ലാഭമായിരുന്നു. കൂടുതൽ ആളുകൾ ഇവർക്ക് ഫണ്ട് കൊടുക്കാൻ തുടങ്ങി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കമ്പനി മാനേജ് ചെയ്യുന്ന ഫണ്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് അവരൊരു പ്രൈവറ്റ് കമ്പനിയുടെ ബോണ്ട് മേടിക്കുകയാണ്. ഈ ബോണ്ട് മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പണം കൊടുത്ത് ബോണ്ട് മേടിക്കുന്നു. ആ ബോണ്ടിൽ എത്രത്തോളം പലിശ
ആ പണത്തിന് തരുമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഒറ്റയടിക്ക് ഒരു 2000 കോടി കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉയർന്ന പലിശ അവർക്ക് ആവശ്യപ്പെടാൻ പറ്റുന്നതാണ്. ഈ പലിശയുടെ ലാഭം ആർക്കാണ് കിട്ടുക? നിക്ഷേപകനാണ്. നിക്ഷേപകന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മറ്റ് നിക്ഷേപകരും ഈ കമ്പനിയിലേക്ക് നിക്ഷേപം നടത്തുന്നതാണ്. വീണ്ടും പണം കൂടുന്നതാണ്. കൂടുതൽ ബോണ്ടുകൾ വാങ്ങാനും ഷെയറുകൾ വാങ്ങാനും വൈവിധ്യപ്പെടുത്തിയുള്ള നിക്ഷേപങ്ങൾ നടത്താനും ഈ കമ്പനിക്ക് സാധിക്കുന്നതാണ്. 1999 ആകുമ്പോൾ ഈ കമ്പനി IPO ചെയ്യുന്നുണ്ട്. IPO ചെയ്യണമെങ്കിൽ നമുക്കറിയാം കുറച്ച് സ്റ്റാൻഡേർഡ് ആ കമ്പനിക്ക് വരേണ്ടതാണ്. ചില മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പാലിക്കുന്നതുകൊണ്ട് കമ്പനി സെക്കൻഡറി മാർക്കറ്റിൽ സാധാരണ എന്നെയും നിങ്ങളെയും പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആവുകയാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. 1988 ഈ കമ്പനി തുടങ്ങിയ സമയത്ത് തന്നെ അലാദിൻ എന്ന ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഇവർ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നു. ഈ സോഫ്റ്റ്വെയറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം 1988 എന്നൊക്കെ പറയുമ്പോൾ സോഫ്റ്റ്വെയർ രംഗത്തൊക്കെ വലിയ വികസനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഇവരുടെ കമ്പനി വഴി ഇൻവെസ്റ്റ്മെന്റ് നടത്തുമല്ലോ. അപ്പോൾ അവരുടെ എല്ലാം ഫൈനാൻഷ്യൽ വിവരങ്ങൾ ഈ കമ്പനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത്തരം ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിക്ഷേപം വിജയകരമാവുമോ അല്ലെങ്കിൽ ഭാവിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നെല്ലാം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ കമ്പനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അലാദിൻ്റെ ഗുണം കൊണ്ട് തന്നെ കമ്പനിക്ക് വെച്ചടി ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. ബ്ലാക്ക് റോക്കിന് ഉയർച്ച കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലായിരുന്നു. ഈ കമ്പനി ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരുന്നു. നിക്ഷേപകർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഏത് കമ്പനിയാണ് വിജയിക്കാതിരിക്കുക? എന്നാൽ 2008 ലോകത്തെ പിടിച്ചു കുലുക്കിയ, ഇന്ത്യയെ ബാധിച്ചിട്ടില്ല എങ്കിലും അമേരിക്കയെല്ലാം സാരമായ രീതിയിൽ ബാധിച്ച ഒരു സാമ്പത്തിക മാന്ദ്യം കടന്നു വരുന്നുണ്ട്. ഈ സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് അമേരിക്കൻ ഗവൺമെന്റിനെയും അവിടെയുള്ള ബാങ്കുകളെയും പോലും സഹായിക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ ഈ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. കാരണം എന്താണ്? ആരുടെ കയ്യിലും പണമില്ല, സാമ്പത്തിക മാന്ദ്യമാണ്. എന്നാൽ ഇൻവെസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ള ധാരാളം പണം ഈ കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ബ്ലാക്ക് റോക്കിന് എന്താണ് ചെയ്യാൻ പറ്റുക? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കുകളുമായി ചുളുവിലയ്ക്ക് കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇവർക്കറിയാം സാമ്പത്തിക മാന്ദ്യം മാറും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യമായി ഇടപെട്ട് ബാങ്കുകളെ സഹായിച്ച് എന്തിന് സാമ്പത്തിക മാന്ദ്യ സമയത്ത് ഇടിഞ്ഞുകൊണ്ടിരുന്ന കമ്പനികളുടെ ഷെയറുകൾ കൂട്ടത്തോടെ വാങ്ങി ഭാവിയിൽ ലാഭമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നു. 2019 നമുക്കറിയാം കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ലോക സാമ്പത്തിക രംഗത്തെ വല്ലാതെ പിടിച്ചുലച്ച ഒരു സംഭവമാണ്. അമേരിക്കയെല്ലാം സാരമായി തന്നെ ഇത് ബാധിച്ചിരുന്നു. ഈ സമയത്ത് അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ട് സഹായം അഭ്യർത്ഥിച്ചത് ബ്ലാക്ക് റോക്കിനോടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണമെങ്കിൽ ബ്ലാക്ക് റോക്കിന്റെ കയ്യിലുള്ള പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടതാണ്. പല രാജ്യങ്ങളുടെയും GDPയുടെ ഇരട്ടിയിലധികമെല്ലാമായിരുന്നു ആ സമയത്ത് പോലും ബ്ലാക്ക് റോക്കിന്റെ കയ്യിലുണ്ടായിരുന്ന പണം എന്ന് പറയുന്നത്. അതായത് 2008 പ്രതിസന്ധിയും 2019 പ്രതിസന്ധിയും അമേരിക്കയെ പിടിച്ചുലച്ചപ്പോൾ അമേരിക്കൻ ഗവൺമെന്റിനെ സഹായിച്ചു എന്ന് മാത്രമല്ല, ആ പ്രതിസന്ധിയെ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാനും ഈ കമ്പനി ശ്രമിക്കുന്നുണ്ട്. 2020 മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നല്ലോ. അമേരിക്കയിൽ സംഭവിച്ചതാണ്. ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരനെ ഒരു പോലീസുകാരൻ കാൽമുട്ടുകൊണ്ട് കഴുത്തിൽ ചവിട്ടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ലോകമാകമാനം ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന പ്രതിഷേധം പോലും അരങ്ങേറി. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന് പോലും വൈറ്റ് ഹൗസിന്റെ താഴെയുള്ള തുരങ്കത്തിൽ പോയി ഒളിക്കേണ്ട അവസ്ഥയാണ് ആ പ്രതിഷേധത്തിൽ വന്നു ചേർന്നത്. ഈ സമയത്തായിരുന്നു ബ്ലാക്ക് റോക്ക് കമ്പനി ESG സ്കോർ അഥവാ എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേർണൻസ് സ്കോർ എന്ന് പറയുന്ന ഒരു സ്കോർ ഓരോ കമ്പനിക്കും ഉണ്ടാവണം എന്ന രീതിയിലുള്ള ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ഓരോ കമ്പനിയും എൻവയോൺമെന്റൽ മാറ്റേഴ്സ്, നമുക്കറിയാലോ, പ്രകൃതിയും സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പണം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫണ്ട് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക മൂല്യം കൽപ്പിക്കപ്പെടും. അതാണ് ശരിക്കും ESG സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സോഷ്യൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ കറുത്ത വർഗ്ഗക്കാരനെ കാൽമുട്ടുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണല്ലോ. അപ്പോൾ സാമൂഹിക അസമത്വം ഇല്ലാതിരിക്കാൻ ഓരോ കമ്പനിയിലും ഇത്രത്തോളം കറുത്ത വർഗ്ഗക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്കോറുകളെല്ലാം നൽകപ്പെടും. നമുക്കറിയാം, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ധാരാളം പേപ്പറുകൾ വേണം ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ. അതൊന്നും പരിഗണിക്കാതെ ഒരിക്കലും ആ കമ്പനിക്ക് ലൈസൻസ് ഗവൺമെന്റ് കൊടുക്കുന്നതല്ല. പക്ഷേ ബ്ലാക്ക് റോക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സ്കോർ തന്നെ ഈ കാര്യത്തിൽ കൊണ്ടുവരികയാണ്. 2000 തുടക്ക വർഷങ്ങളിലെല്ലാം ഈ സ്കോറിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു, പക്ഷേ വളരെ കുറവായിരുന്നു. എന്നാൽ ഈ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ക്യാമ്പയിൻ വന്നതിന് ശേഷം, ബ്ലാക്ക് റോക്ക് കൂടുതലായിട്ടും ഇത് ഏറ്റെടുത്തതിന് ശേഷം ജനങ്ങൾ ഇതിനെ കാര്യമായിട്ട് തന്നെ കാണുകയാണ്.
സാമൂഹിക പ്രതിബദ്ധത, നാളേക്ക് വേണ്ടിയുള്ള കരുതൽ, ഒരു കമ്പനിയുടെ ഗുഡ്വിൽ, അതിൻ്റെ ഓതൻറ്റിസിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സ്കോർ വെച്ച് അളക്കപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും നിക്ഷേപകരെയും അത് സ്വാധീനിക്കുകയാണെന്ന് മാത്രമല്ല, ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയില്ലേ, ബ്ലാക്ക് റോക്ക് അടക്കമുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ആ കമ്പനിയിൽ ഈ സോഷ്യൽ കാര്യങ്ങൾ പരിഗണിക്കുന്ന, എൻവയോൺമെൻറ്റൽ കാര്യങ്ങൾ പരിഗണിക്കുന്ന ESG സ്കോറുള്ള കമ്പനികൾ ഒരു പ്രത്യേക സെഗ്മെൻ്റായി പോലും മാറുകയാണ്. കമ്പനികൾക്ക് മറ്റ് വഴിയില്ലാതാവുന്നു. നമ്മൾ കാണുന്ന പല വാർത്തകളെയും അതുപോലെ ഈ സ്കോർ ഉയർത്താൻ വേണ്ടി പണം മാറ്റിവെച്ചും പരസ്യങ്ങളിൽ ഇതുപോലുള്ള വ്യത്യസ്തത കൊണ്ടുവന്നും കമ്പനികൾ പരസ്പരം മത്സരിക്കുകയായിരുന്നു. കാരണം ഈ സ്കോറില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കമ്പനികൾ തിരിച്ചറിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് മനുഷ്യർക്കിടയിൽ ശാന്തി പുലരുന്നതിനെ, യുദ്ധമില്ലാതാവുന്നതിനെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ കൊടുക്കുന്നതിനെ നമ്മൾ നല്ല രീതിയിൽ പരിഗണിക്കല്ലേ വേണ്ടത്, നല്ല കാര്യമായിട്ട് കരുതല്ലേ വേണ്ടത്. പ്രഹസനം എന്നെല്ലാം വിളിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നിലപാടാണോ എന്ന് പോലും തോന്നിയേക്കാം. പക്ഷെ ബ്ലാക്ക് റോക്ക് ഒരു വശത്തുകൂടെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു വശത്തുകൂടെ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ഈ ഗ്രീൻ എനർജിയെക്കുറിച്ചുമെല്ലാം വാചാലരാകുന്ന ആ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന ബ്ലാക്ക് റോക്ക് പക്ഷേ ഓയിൽ ഗ്യാസ് ഇൻഡസ്ട്രിയുടെ കണക്കെടുത്ത് നോക്കിയാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. 200 ബില്യണിലധികം. അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിയുടെ സമ്പത്തിൻ്റെ ഏതാണ്ട് 2 ഇരട്ടിയിലധികം ഈ ഒരു സെക്ടറിൽ മാത്രം ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്വന്തം പണമല്ല, അവരെ നിക്ഷേപിക്കാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സ് ഏൽപ്പിക്കുന്ന പണം ഭാവിയിൽ ലാഭമാക്കി മാറ്റാൻ വേണ്ടി ഈ കമ്പനികളിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. തോക്ക് ഉപയോഗിച്ചുള്ള ക്രൂരകൃത്യങ്ങൾ അമേരിക്കയിൽ ധാരാളമായി ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ നിരന്തരമായി അതിനെതിരെ നിലപാടെടുക്കുന്ന, പ്രസംഗിക്കുന്ന ഒരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ടെം റൂഗർ, വിസ്ത ഔട്ട്ഡോർ, സ്മിത്ത് ആൻഡ് വെസൺ എന്നീ തോക്ക് നിർമ്മാണ കമ്പനിയിൽ വലിയ ഓഹരികളാണ് ബ്ലാക്ക് റോക്കിന് സ്വന്തമായിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കമ്പനി നടത്തുന്ന ഇരട്ടത്താപ്പാണ്, ഹിപ്പോക്രസിയാണ്, എല്ലാം സമ്മതിച്ചു. പക്ഷേ എങ്ങനെയാണ് ഈ കമ്പനി ലോകത്തെ ഭരിക്കുന്നത്? 2022 ജനുവരി മാസത്തിലെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ട്രില്യണാണ് ഈ കമ്പനി അസറ്റ് മാനേജ്മെന്റ് നടത്തുന്നത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ കണക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മുകേഷ് അംബാനിയുടെ വരുമാനത്തിൻ്റെ 100 ഇരട്ടി. എത്രത്തോളം പണമാണ് മനുഷ്യനുള്ളത്? അതിൻ്റെ 100 ഇരട്ടി ഫണ്ടാണ് ഇവർ മാനേജ് ചെയ്യുന്നത്. ഇന്ത്യ പോലുള്ള ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ GDPയുടെ 3 ഇരട്ടിയോളം. അതൊന്നും കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ 100 സമ്പന്നരുടെ പട്ടിക നമ്മളെടുത്തൊന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 4 ട്രില്യനും 4.5 ട്രില്യനും ഇടയിലാണ് അവരുടെ ആകെ സമ്പത്തുള്ളത്. അതിൻ്റെ 2 ഇരട്ടിയിലധികമാണ് ബ്ലാക്ക് റോക്ക് മാത്രം മാനേജ് ചെയ്യുന്നത്. ഇത്രയും പണം ഈ കമ്പനിയുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളിലെല്ലാം വലിയ ഷെയർ തന്നെയാണ് ഇവർക്കുള്ളത്. ഉദാഹരണത്തിന് ആമസോണിലും ആപ്പിളിലും ഫേസ്ബുക്കിലും ഗൂഗിളിലും ഇന്റലിലും മൈക്രോസോഫ്റ്റിലും എല്ലാം തന്നെ വലിയ ഷെയർ ഇവർക്കുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും കേൾക്കുന്ന സമയത്ത് തോന്നും ടെക് ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഉള്ളത്. അല്ല, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നോക്കുകയാണെങ്കിലും, എനർജി നോക്കുകയാണെങ്കിലും, മീഡിയ നോക്കുകയാണെങ്കിലും, ബാങ്കിങ് നോക്കുകയാണെങ്കിലും, ഇനി യുദ്ധത്തിലൂടെ ലാഭമുണ്ടാക്കുന്ന വെപ്പൺ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും വലിയ നിക്ഷേപം തന്നെ ഇവർ നടത്തിയിട്ടുണ്ട്. ഇത്തരം വൈവിധ്യമാർന്ന മേഖലകളിൽ ലോകത്തിലെ ഏറ്റവും പ്രബലമായ കമ്പനികളിൽ വലിയ ഷെയറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ സ്വാധീനം ലോകമെമ്പാടുമുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും വാർത്ത വായിക്കുകയാണെങ്കിൽ മീഡിയ മുഖേനയാണല്ലോ നമ്മൾ വാർത്ത വായിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഖേനയായിരിക്കാം. ഇതിലെല്ലാം വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ കമ്പനിക്കുള്ളത്. അപ്പോൾ ഈ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് കരുതി ആ കമ്പനിയുടെ, അതായത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഓരോ കമ്പനിയുടെയും തീരുമാനങ്ങളിൽ എങ്ങനെയാണ് ബ്ലാക്ക് റോക്കിന് ഇടപെടാൻ പറ്റുക? നമുക്കറിയാം ബ്ലാക്ക് റോക്ക് ESG സ്കോർ എന്ന് പറയുന്ന ഒരു സ്കോർ വന്നതിൽ പിന്നെ ലോകത്ത് സംഭവിച്ച മാറ്റങ്ങൾ പരസ്യങ്ങളായും വാർത്തകളായും ചർച്ചകളായും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും കൂടാതെ നമ്മൾ ചെറിയൊരു കമ്പനിയുടെ ചെറിയൊരു ഷെയർ മേടിക്കുകയാണെങ്കിൽ കൂടി അവരുടെ ഓരോ കണക്കവതരണത്തിനും കാര്യങ്ങൾക്കും എല്ലാം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടും. ഇവർ മാനേജ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് സ്വന്തമായിട്ടുള്ള ഓരോ കമ്പനിയുടെ ഷെയറുകളിലും അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളിലും ഇടപെടാനുള്ള റൈറ്റ്സ് ഇവർക്കുണ്ട്. ഇത് മാത്രമല്ല, നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, വലിയ ഫണ്ട് ഉപയോഗിച്ച് വലിയ രീതിയിൽ അസറ്റ് ക്ലാസുകൾ ഓരോരോ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി ഒരു പ്രത്യേക കമ്പനിയെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് എന്ന് നമ്മളൊന്ന് വിചാരിക്കുക. എന്തായിരിക്കും മാർക്കറ്റിൽ ആ കമ്പനി നേരിടാൻ പോകുന്നത്? കനത്ത തിരിച്ചടിയായിരിക്കില്ലേ? കാരണം
നമുക്കറിയാം ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചാണ് ഷെയർ മാർക്കറ്റ് വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ബ്ലാക്ക് റോക്ക് മേടിക്കാത്തൊരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയില്ലാത്ത കമ്പനി എന്ന പേരിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയേറെയല്ലേ. പിന്നെ നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര, പേപ്പറിൽ എഴുതിയാൽ 0 തെറ്റാതെ എഴുതാൻ പറ്റാത്തത്ര വലിയ തുകയാണ് ഇവർ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ തീരുമാനിക്കുകയാണ് ഒരു കമ്പനിയുടെ ഷെയറുകൾ മേടിക്കാം, ആ കമ്പനിക്ക് തീർച്ചയായിട്ടും അത് ഗുണമായിരിക്കും. നമുക്കറിയാം ചില അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഒരു ഷെയർ മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷെയർ മാർക്കറ്റിൽ ഒരു കുതിപ്പുണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അവർ ഡംപ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റിൽ ഒരു കിതപ്പുണ്ടാവാറുമുണ്ട്. പിന്നെ നമുക്കറിയാം എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന രീതിയിൽ ഇത്രത്തോളം ഷെയറുകൾ ഒരു കമ്പനിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് അപകടമായി മാറിയേക്കാം. ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഷെയർ മാർക്കറ്റ് എന്നതുകൊണ്ട് തന്നെ. അതുമാത്രമല്ല, ഇവർക്ക് എല്ലാ കമ്പനിയിലും പിടിപാടുണ്ടല്ലോ. അപ്പം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് മറ്റേ കമ്പനിയിലെ ഷെയറുകൾ ഇത് വളരുമോ താഴുമോ എന്നെല്ലാം നോക്കിയിട്ട് മുൻകൂട്ടി പർച്ചേസ് ചെയ്യാനെല്ലാം പറ്റും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഡാറ്റ മുൻകൂട്ടി കിട്ടി അതുപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ ഇടപെടുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്, നിയമങ്ങൾക്ക് നിരക്കാത്തൊരു കാര്യമാണ്, എത്തിക്സ് ഇല്ലാത്തൊരു കാര്യമാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്നെല്ലാമാണ് അതിന് പറയുക. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പലതവണയും ഇത്രയും ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നതാണ്. അത്തരം കാര്യങ്ങൾ ചെയ്തതിന് പലപ്പോഴും ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ട്. പണം ധാരാളമായിട്ടുണ്ടായാൽ പവർ കൂടെ വരും എന്ന് നമുക്കറിയാം. അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും വേണമല്ലോ. പണം നന്നായിട്ടുള്ള ആളുകളെ നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കൂ, അവർക്ക് എന്താണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ തന്നെ ബ്ലാക്ക് റോക്കിനും നല്ല ഗവൺമെൻറ് സപ്പോർട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 2008 അല്ലെങ്കിൽ 2019 അമേരിക്കൻ ഗവൺമെൻറ് പ്രതിസന്ധി നേരിടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് റോക്കിന് രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളതാണ്. അതുമൂലം രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റുമായിട്ട് എപ്പോഴും നല്ല ബന്ധം ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ US മാത്രമല്ല, ചൈനീസ് ഗവൺമെൻറ്റുമായി പോലും ബ്ലാക്ക് റോക്കിന് വളരെ മികച്ച ബന്ധമാണുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ചൈനീസ് മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു ഗ്ലോബൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കും കടന്നു കയറാൻ പറ്റാത്ത ഒരു സമയത്ത് പോലും അതിന് ആദ്യമായി ആക്സസ് കിട്ടിയ കമ്പനി ബ്ലാക്ക് റോക്ക് ആയിരുന്നു. ഇനി നമ്മൾ ലോകത്തുള്ള പല ഗവൺമെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അവരെല്ലാം ബ്ലാക്ക് റോക്കിൻ്റെ ക്ലയൻസ് ആണ്. അതായത് ഈ എംപ്ലോയീസിന് ഭാവിയിൽ പെൻഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ പെൻഷന് വേണ്ടി പിടിക്കുന്ന പണം നിക്ഷേപിക്കണം. ഈ നിക്ഷേപത്തിലെ ലാഭം ഉപയോഗിച്ചുകൊണ്ടാണ് ഭാവിയിൽ പെൻഷൻ കൊടുക്കുക. ഇത്തരത്തിൽ കൃത്യമായിട്ട് നിക്ഷേപിക്കാൻ അറിയുന്ന ആളുകളെ ഫണ്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ് പല ഗവൺമെൻറ്റുകളും ചെയ്യുക. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പെൻഷൻ ഫണ്ടുകൾ അടക്കമുള്ള പലവിധ ഫണ്ടുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ഗവൺമെൻറ്റുകൾ ബ്ലാക്ക് റോക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിന് വേണ്ടി അവരാണ് വിവിധ അസറ്റ് ക്ലാസുകളിൽ നിക്ഷേപം നടത്തി ലാഭമുണ്ടാക്കി ഭാവിയിൽ അത് ഗവൺമെൻറ്റിന് കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പെൻഷനായിട്ട് നിക്ഷേപകൻ ഏൽപ്പിക്കുന്നതും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് പണവും പവറും ബ്ലാക്ക് റോക്കിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അവർ മാനേജ് ചെയ്യുന്നത് എത്രത്തോളം വലിയ ഫണ്ടാണ് എന്നും ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന എല്ലാ അസറ്റ് ക്ലാസുകളിലും എത്രത്തോളം സ്വാധീനം അവർക്കുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോഴും ഈ ബ്ലാക്ക് റോക്കിനോട് ചേർന്ന് നമ്മളൊരു പേര് കേൾക്കാറില്ലേ, വാൻഗാർഡ് എന്ന പേര്. ബ്ലാക്ക് റോക്കിനെ പോലെ തന്നെയുള്ള ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഇതും. ബ്ലാക്ക് റോക്കിൻ്റെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡർ ആരാണെന്ന് നോക്കിയാൽ നമ്മൾ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയും, അത് വാൻഗാർഡാണ്. എന്നാൽ വാൻഗാർഡിൻ്റെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഷെയർ ഹോൾഡർ ആരാണ്? അത് ബ്ലാക്ക് റോക്കാണ്. ഇത് മറ്റൊരു വിഷയമാണ്. വാൻഗാർഡിനെ കുറിച്ചുള്ള കഥ മറ്റൊരു വീഡിയോയിൽ പറയാം എന്നാണ് കരുതുന്നത്. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.